Yes, 1 second. Yeah. So, hello everyone. Welcome to Riles Academy. 1 second. Yeah. സോ UGC നെറ്റിന്റെ പുതിയൊരു സർക്കുലർ വന്നു, റൈറ്റ്. പ്രധാനമായിട്ട് ഉള്ള 3 സബ്ജക്ട്സുകൾ, ഓക്കെ, കൊമേഴ്സ്, അതുപോലെ ഇംഗ്ലീഷ്, സോഷ്യോളജി എന്നുള്ള 3 എക്സാംസിന്റെ ഒരു നെറ്റ് എക്സാം എന്ത് ചെയ്യാണ് September 9 and 10 നടക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് ഒരു 20 ദിവസം ഇന്ന് മുതൽ നമുക്ക് അവൈലബിൾ ആണ്. സോ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു 3 സബ്ജക്ട്സും ഇനി എഴുതാൻ പോകുന്ന ആളുകൾ ഈ വരുന്ന ദിവസങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോ ചില ആളുകൾ ഇതിനെ അയ്യോ കഷ്ടമായല്ലോ, ഒന്നും കൂടി എഴുതണമല്ലോ എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഒരു സെക്കൻഡ് ചാൻസും കൂടി. ഓക്കെ, ചിലപ്പം കഴിഞ്ഞ പ്രിപ്പറേഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, അത് ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് റീകോൾ ചെയ്ത് റിവൈസ് ചെയ്തിട്ട് പഠിക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ് 20 ഡേയ്സ് നിങ്ങളുടെ മുന്നിലുള്ളത്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 20 ദിവസം കൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട പേപ്പർ 1ലെ ടോപ്പിക്സ് ആണ്. 10 യൂണിറ്റ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫ്രീ ടൈം ടേബിൾ ഞാൻ എല്ലാ സെഷനിലും കൊടുക്കുന്ന പോലെ തന്നെ ഫ്രീ ടൈം ടേബിൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് എങ്ങനെ കിട്ടണം എന്നുള്ളത് വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറയുന്നതായിരിക്കും, എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പോ പിന്നെ ഓരോ യൂണിറ്റിന്റെയും ടോട്ടൽ 10 യൂണിറ്റ്സ് നമ്മുടെ മുന്നിലുണ്ട് പേപ്പർ 1ല്. അതിൽ ഓരോ യൂണിറ്റ്സും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിന് മുന്നേ ഈ 20 ദിവസം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു വിഷയം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകട്ടോ. നിങ്ങൾ യൂസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്താണ്, ഡിജിറ്റൽ മിനിമലിസം. ഓക്കെ, അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വരുന്ന ഈ 20 ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സോഷ്യൽ മീഡിയ യൂസേജും നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ യൂസേജും ഒഴിവാക്കുക. ഓക്കെ, മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഈ ഒരു ജനറേഷനിൽ, ഈ ഒരു എറയിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവർക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ലാത്തതോ PYQ കിട്ടാത്തതോ ഫ്രീ ക്ലാസ്സസ് കിട്ടാത്തതോ ഒന്നുമല്ല. അവരെന്താണ്, ഈ നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ ഇൻവോൾവ് ആയി പോവാണ്. ഓക്കെ, പ്രിപ്പയർ ചെയ്യാനുള്ള സമയം നമ്മൾ വെറുതെ നഷ്ടപ്പെട്ടു പോവാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഡിജിറ്റൽ ആയിട്ടുള്ള അപ്ലയൻസസ് യൂസ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, എസ്പെഷ്യലി മൊബൈൽ ഫോണിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ZenSpace ഒക്കെ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, അങ്ങനെ ഫോൺ യൂസ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള പിന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാക്സിമം മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. സെക്കൻഡ് എന്താണ്, പ്രൊക്കാസ്റ്റിനേഷൻ ഒഴിവാക്കുക കേട്ടോ. നോ പ്രൊക്കാസ്റ്റിനേഷൻ. ഓക്കെ, പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നാളെ പഠിക്കാം, ബാക്കി നാളെ ചെയ്യാം. ഇല്ല, 20 ദിവസം എന്ന് പറയുമ്പോൾ അത്രേ സമയമുള്ളൂ, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വൃത്തിക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ട സമയമാണ്. അതുകൊണ്ട് നാളെയാണ് കേരള ഭാഗ്യക്കുറി എന്തില്ല, ഈ ഒരു എക്സാമിന് നിങ്ങൾ, ഇവരുടെ എക്സാമിന് നിങ്ങൾ ആ ഒരു ആസ്പെക്ട് ചിന്തിക്കേ വേണ്ട. ഓക്കെ, ഇന്ന് പഠിച്ചു തീർക്കേണ്ടത് ഇന്ന് തന്നെ പഠിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിൽക്കുക. അതുപോലെ മൂന്നാമത്തെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് എന്ത്, മിനിമം എന്ത് ചെയ്യുക, പേപ്പർ 1ന് മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, 3 to 4 hours നിർബന്ധമായിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇതിൽ കുറയാൻ പാടില്ല. 3 to 4 hours ഏറ്റവും മിനിമം ആണ്. അതിന് മാക്സിമം എത്ര പോയാലും പ്രശ്നമില്ല. പക്ഷെ ഏറ്റവും മിനിമം എന്താണ്, 3 മണിക്കൂറെങ്കിലും നിങ്ങൾ പേപ്പർ 1ന് നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി വെച്ചിരിക്കണം. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക കേട്ടോ. സ്കിപ്പ് ഡിഫിക്കൽട്ട് പോർഷൻസ്. അതുപോലെ തന്നെ MCQs എന്ത് ചെയ്യുക, മാക്സിമം സ്കിപ്പ് ചെയ്യുക. ഇപ്പൊ MCQ പ്രാക്ടീസ് ചെയ്യേണ്ട സമയമല്ല, 20 ദിവസം മാത്രമേ ഉള്ളൂ. കാരണം MCQs ചെയ്യുമ്പോൾ കിട്ടൂല ചില ആൻസേഴ്സ്, ഡിമോട്ടിവേറ്റഡ് ആവും. അപ്പോൾ അതിന് നിൽക്കണ്ട. ഡിമോട്ടിവേറ്റ് ആകാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല. MCQs മാക്സിമം ഒഴിവാക്കുക, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് ഒഴിവാക്കുക. PYQ നിങ്ങൾ എന്ത് ചെയ്തോ, മാക്സിമം വായിച്ചോ. MCQs മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. മാക്സിമം ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ഷോർട്ട് നോട്ട്സിലാണ് നിങ്ങൾ എല്ലാ റിവിഷന്റെയും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്. റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വലിയ ടെക്സ്റ്റുകൾ വായിക്കാൻ പാടില്ല. നിങ്ങൾ ഉണ്ടാക്കിയുള്ള ഷോർട്ട് നോട്ട്സ് റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ റീഡിംഗ് കംപ്രഹെൻഷൻ ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ മിനിമം പറഞ്ഞ 3 hourന് പുറമെ എന്ത് ചെയ്യണം, ഡെയിലി ഹാഫ് അവർ അല്ലെങ്കിൽ ഒരു 30 minutes നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. റീഡിംഗ് കംപ്രഹെൻഷനും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും. അപ്പോ റീഡിംഗ് കംപ്രഹെൻഷനും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും എന്താണ്, പിന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഞാൻ എപ്പോൾ പറയാനുള്ളത് പോലെ തന്നെ അമർ സാറിന്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ എല്ലാ തരം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും. അത് മാക്സിമം എന്ത് ചെയ്യുക, അതിൽ പ്രധാനപ്പെട്ട ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യുക കേട്ടോ. ഈ പെർസെന്റേജ് വരുന്നത്, റേഷ്യോ വരുന്ന ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും പ്രാക്ടീസ് ചെയ്യണമെന്നത്. കാരണം എന്തായാലും വരും അത്. ഓക്കെ, ഇങ്ങനത്തെ ചില ടോപ്പിക്സ് ഉണ്ട്, എന്തായാലും വരുന്ന ടോപ്പിക്സ്. അപ്പൊ ഇത് എന്തായാലും സ്കോർ
പിന്നെ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷനും റീഡിംഗ് കംപ്രഹെൻഷനും. അത് മാക്സിമം എന്ത് ചെയ്യുക, അതിന് വേണ്ടി ഒരു അരമണിക്കൂർ ഡെയിലി മാറ്റി വെക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ റീഡിംഗ് കംപ്രഹെൻഷന്റെ ഒരു പ്ലേലിസ്റ്റിൽ ഒരു ഫാക്കൽറ്റിയുടെ പേരുണ്ട്, ഫ്രീ വീഡിയോസ് യൂട്യൂബിൽ കിട്ടുന്നു. ഞാൻ അത് മറന്നുപോയി. ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ ഈ ഫ്രീ PDF ഉണ്ടല്ലോ, അത് നിങ്ങൾ പിന്നെ നിങ്ങളെ പിന്നെ അത് ചോദിക്കേണ്ട ഒരു രീതിയുണ്ട്. എന്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട ഒരു രീതിയുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയും കേട്ടോ. അപ്പൊ അത് ഫ്രീ PDF കൂടെ ഞാൻ എന്ത് ചെയ്യാം, ഈ 2 പ്ലേലിസ്റ്റും കൂടി ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ കൂടെ ഷെയർ ചെയ്തുതരാം. അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ കുറെ സെർച്ച് ചെയ്യേണ്ടത് ഏതാ ഈ സാർ, ഇതേതാ ഈ റീഡിംഗ് കംപ്രഹെൻഷൻ ഏതാണ് റെഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് എന്ത്. അപ്പോൾ ബേസിക്സ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമുക്ക് എന്ത് ടോപ്പിക്സിലോട്ട് വരാം കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഒന്ന്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ബേസിക്സ്. ഓക്കെ, ടീച്ചിങ്ങിന്റെ ബേസിക്സ് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. അതുപോലെ തന്നെ തിയറീസ് ഓഫ് ടീച്ചിങ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് തിയറീസ് ഉണ്ട്. ഓക്കെ, തിയറീസ് ഓഫ് ടീച്ചിങ്. ഹാൻഡ് റൈറ്റിംഗ് ഒരു ഇത്തിരി മോശമാണ്, നോ വറീസ്. ഞാൻ വളരെ നീറ്റ് ആയിട്ട് ഈ ടോപ്പിക്സുകളൊക്കെ ഒരു PDF ആക്കിയിട്ടുണ്ട് കേട്ടോ, ഞാൻ അയച്ചു തരാം. ഓക്കെ, ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് പറയും. പിന്നെന്താണ്, ലെവൽസ് ഓഫ് ടീച്ചിങ് നിർബന്ധമായിട്ട് പഠിക്കുക. ഓക്കെ, അതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സൈക്കോളജിസ്റ്റിന്റെ ഒക്കെ പേരുണ്ട്, അതും നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ പഠിക്കുക കേട്ടോ. പിന്നെ കീ ബിഹേവിയർ ഇൻ ടീച്ചിങ്. ഓക്കെ, കീ ബിഹേവിയർ ഇൻ ടീച്ചിങ്. ഓക്കെ, പിന്നെ വരുന്ന എന്താണ്, ബ്ലൂംസ് ടാക്സോണമി. ഓക്കെ, ബ്ലൂംസ് ടാക്സോണമി പഠിക്കുക. ഫൈൻ, ബ്ലൂംസ് ടാക്സോണമി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ടൈപ്സ് ഓഫ് ലേണിംഗ്. ഇതെന്താ അറിയോ, ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സെക്ഷനിലും എന്താണ് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു ഭാഗങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മള് വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ കഴിഞ്ഞ നെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ഷിഫ്റ്റിൽ നിന്നും നമ്മള് പിന്നെ പുറത്തേക്ക് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു 300 ടോപ്പിക്സിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പിന്നെ UGC നെറ്റ് എക്സാമിന്റെ ടോട്ടൽ 12 ഷിഫ്റ്റിലും എല്ലാ ഷിഫ്റ്റിലും നമ്മൾ ക്വസ്റ്റ്യൻസ് പേപ്പർ പുറത്തിട്ടിട്ട് അതിലുള്ള പേപ്പർ 1ന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇതിന് പുറമെ നിങ്ങൾക്ക് പഠിക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 300 ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ട് പോകാം കേട്ടോ. നെക്സ്റ്റ് വരുന്ന എന്താണ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക, റിസർച്ചിന്റെ ബേസിക്സ് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ റിസർച്ചിന്റെ സ്റ്റെപ്സ്. ഓക്കെ, ഞാൻ റിസർച്ചിന്റെ സ്റ്റെപ്സ് ഞാനിങ്ങനെ പറഞ്ഞു പോവാട്ടോ. പിന്നെ റിസർച്ചിന്റെ ടൈപ്സ്, അതുപോലെ വേരിയബിൾസ്. ഓക്കെ, വേരിയബിൾസ് പഠിക്കണം. അതുപോലെ തന്നെ സ്കെയിൽസ് കേട്ടോ, സ്കെയിൽസും അതുപോലെ തന്നെ മെഷർമെന്റ് സ്കെയിൽസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സുകൾ. ഓക്കെ, ഡാറ്റ കളക്ഷൻ മെത്തേഡ്. ദെൻ സാമ്പിളിംഗ് എന്താണ്, അതിന്റെ ടൈപ്സ്. ഓക്കെ, ഹൈപ്പോതെസിസ്. ദെൻ എറേഴ്സ് ഇൻ റിസർച്ച്. ഓക്കെ, ദെൻ റിസർച്ച് എത്തിക്സ്. ഞാൻ നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നു കേട്ടോ. റിസർച്ച് എത്തിക്സ്. അതുപോലെ പ്ലാഗിയറിസം. ഓക്കെ, അതുപോലെ റെഫറൻസിങ് കേട്ടോ. റെഫറൻസിങ്ങില് സ്പെസിഫിക്കലി APA അതുപോലെ തന്നെ MLA നിർബന്ധമായിട്ട് പഠിക്കണേ. ഇതാണ് റിസർച്ച് ആപ്റ്റിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, റീഡിംഗ് കംപ്രഹെൻഷൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ അയച്ചു തരും. ഓക്കെ, വാട്സപ്പില്. പിന്നെ അത് അയക്കേണ്ട ഫോർമാറ്റ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരും. ഓക്കെ, പിന്നെ വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ. ഇത് നെക്സ്റ്റ് എന്താണ്, കമ്മ്യൂണിക്കേഷനിൽ മോഡൽസ് നിർബന്ധമാണ്. മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാ തവണയും ചോദിക്കുന്ന ഭാഗങ്ങളാണ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ബാരിയേഴ്സ്. ദെൻ തിയറീസും വെരി ഇമ്പോർട്ടന്റ് ആണ്. അതും ഒരുപാട് ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് മീഡിയ. ഇതാണ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്ത് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കേണ്ട കുറച്ച് സെക്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാത്തമാറ്റിക് റീസണിങ് ആണ്. മാത്തമാറ്റിക്സ് റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഭാഗമാണ്. അവിടെ മാത്തമാറ്റിക് റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. പെർസെൻറ്റേജ് വരുന്നുണ്ട്. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്. ഓക്കെ,
Then comes the HCF and LCM ഉണ്ട്. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, പിന്നെ സ്പീഡ്, ടൈം, വർക്ക്, ഇതൊക്കെ എവർഗ്രീൻ ടോപ്പിക് ആണ്. പിന്നെ കലണ്ടർ. ഓക്കെ, ദെൻ കൺവേർഷൻസ്. ഓക്കെ, ഇതൊക്കെയാണ് മാത്സിൽ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ. ദെൻ കംസ് ദി ലോജിക്കൽ റീസണിങ്. ഓക്കെ, സോ ലോജിക്കൽ റീസണിംഗിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. ഒന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ആർഗ്യുമെന്റ്സ്, വെരി ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, പിന്നെ ടേംസ് ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഓക്കെ, ദെൻ കംസ് ദി പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ. പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ, ദെൻ മേജർ ടേം, മൈനർ ടേം ഉള്ള കാര്യങ്ങൾ. പിന്നെ മൂഡ് ആൻഡ് ഫിഗർ. ഓക്കെ, മൂഡ് ആൻഡ് ഫിഗർ. അതുപോലെ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. ഒപ്പോസിഷൻ ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ടോപ്പിക്സിലുള്ളൂ, അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചോളാം. വെൻ ഡയഗ്രാം കേട്ടോ, വെൻ ഡയഗ്രാം. അതിൽ AEIO ഉണ്ടല്ലോ, ആ സംഭവം പഠിക്കണേ. ഓക്കെ, ദെൻ കംസ് ദി ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്. അതുപോലെ കൊനോട്ടേഷൻ ആൻഡ് ഡിനോട്ടേഷന്. കൊനോട്ടേഷൻ, ഡിനോട്ടേഷന്. പിന്നെ ഇന്ത്യൻ ലോജിക്, ഇന്ത്യൻ ലോജിക്സ് നിർബന്ധമായിട്ട് പഠിക്കുക. സ്കൂൾസ് ഓഫ് തോട്ട്സ് കേട്ടോ അതിലെ. പിന്നെ അതുപോലെ തന്നെ ഫാലസീസ്, തത്വഭാഷ, തത്വഭാഷ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് റിലേഷൻഷിപ്പ്. 1 സെക്കൻഡ്, ബ്ലഡ് റിലേഷൻഷിപ്പ് ലോജിക്കൽ റീസണിങ്ങിലാണോ? മാത്തമാറ്റിക്സിലല്ലേ? ഓക്കെ, എനിവേ ബ്ലഡ് റിലേഷൻ വേണം. ഓക്കെ, ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ബ്ലഡ് റിലേഷൻ ലോജിക്കൽ റീസണിങ് വരണം. ഓക്കെ, ദെൻ ICT. നെക്സ്റ്റ് ICTയിലാണ്. ICTയിൽ കമ്പ്യൂട്ടർ ജനറേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് കമ്പ്യൂട്ടർ ജനറേഷൻ. ഓക്കെ, അതുപോലെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി, പിന്നെ MS ഓഫീസിന്റെ എല്ലാ പാർട്സും പഠിക്കുക, എല്ലാ കമ്പണൻസും പഠിക്കുക. ദെൻ കംസ് ദി ഇന്റർനെറ്റ്. ദെൻ അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ വിട്ടുപോയ കുറച്ച് ടോപ്പിക്സ് ഉണ്ട് കേട്ടോ. ഞാനത് PDF ഞാൻ കൃത്യമായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ സ്വയം മിസ് ഔട്ട് ആയിട്ടുണ്ട്. സ്വയം പ്രഭ. ഓക്കെ, PDF ഞാൻ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നോ വറീസ്. ഓക്കെ, സ്വയം പ്രഭയൊക്കെ നമുക്ക് അതിൽ നോക്കാനുണ്ട്. പിന്നെ ബൈനറി ടു ഡെസിമൽ ICT ഉണ്ട് കേട്ടോ, ബൈനറി ടു ഡെസിമൽ. ദെൻ കംസ് ദി അബ്രിവിയേഷൻസ്. ഓക്കെ, അബ്രിവിയേഷൻസ്, ഒരുപാട് അബ്രിവിയേഷൻസ് പഠിക്കാണ്ട് ഈ ഒരു ഭാഗത്ത്. ജസ്റ്റ് ഒന്ന് വായിച്ചു, പ്രധാനപ്പെട്ട അബ്രിവിയേഷൻസ് ഒക്കെ വായിക്കാം കേട്ടോ. CPU, RAM, ROM ഒക്കെ. ഓക്കെ, ഈ കഴിഞ്ഞ നെറ്റിനൊക്കെ അതിനൊക്കെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, 1 സെക്കൻഡ്. നെക്സ്റ്റ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ആണ്, PDE കേട്ടോ. ഓക്കെ, ഒരു സെക്കൻഡ്. പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റില് ചെറിയൊരു മാറ്റമുണ്ട്. 1 സെക്കൻഡ്, ഒന്ന് ഹോൾഡ് ചെയ്യട്ടോ, ഒരു സെക്കൻഡ്. പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റിൽ നമ്മൾ ഡെഫിനറ്റ്ലി MDG ആൻഡ് SDG എന്തായാലും ഉണ്ട്. അത് ഈ നമ്മളെ നെറ്റ് എക്സാം, കഴിഞ്ഞ നെറ്റ് എക്സാമിൽ ഒരുപാട് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടോകോൾസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീറ്റീസ്, ഇതൊക്കെ നിർബന്ധമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഈ ടോപ്പിക്സ് ഒക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പൊല്യൂഷൻ ഡിസീസസ് ഏതൊക്കെയാണ്? ഓക്കെ, പൊല്യൂഷൻ ഡിസീസസ്. ദെൻ സ്ഫിയർ ഓഫ് അറ്റ്മോസ്ഫിയർ, ഓക്കെ. ദെൻ പൊല്യൂഷൻസ്, അതിലെല്ലാം വരും കേട്ടോ. പൊല്യൂഷൻസിൽ എയർ, വാട്ടർ, ലാൻഡ്, അതുപോലെ നോയ്സ്. ഓക്കെ, ഇതെല്ലാം വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോയ്സിന്റെ ഡെസിബൽ ലിമിറ്റ്, അതും ഈ കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ നിർബന്ധമായിട്ട് ചോദിക്കുന്നുണ്ട്. ഡെസിമൽ അല്ല, സോറി, ഡെസിബൽ ആണ്, ഡെസിബൽ ലിമിറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കേട്ടോ. അഡീഷണൽ ടോപ്പിക്സ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രീവിയസ് വീഡിയോ ഉണ്ട്, അതിന് ലിങ്ക് ഞാൻ
PDF-ന്റെ കൂടെ അയച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഹയർ എഡ്യൂക്കേഷനിലാണ്. ഹയർ എഡ്യൂക്കേഷനിലെ വേദിക് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഗുരുകുൽ സിസ്റ്റം, ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ദെൻ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർ ആൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസും അവരെന്തിലാണ് സ്പെഷ്യലൈസ്ഡ് ആയതെന്നും നിങ്ങൾ പഠിക്കണേ. നളന്ദ യൂണിവേഴ്സിറ്റി ഒന്നിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും, തക്ഷശില ഒന്നിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. എന്തിലാണ് സ്പെഷ്യലൈസേഷൻ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യണം. ഷോർട്ട് നോട്ട്സ് ആക്കിയാൽ മതി, വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ. ദെൻ പ്രീ ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷൻ. ഓക്കെ, പ്രീ ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റം. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കമ്മീഷൻസ് ഉണ്ട് കേട്ടോ. ചാർട്ടർ ആക്ട് ഉണ്ട്, മൊക്ലൈസ് മിനിറ്റ്സ് ഉണ്ട്, വുഡ്സ് ഡിസ്പാച്ച് ഉണ്ട്, ഹണ്ടർ കമ്മീഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. PDF-ൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും, നോ വറീസ്. ഓക്കെ. പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷനിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ ഉണ്ട്, മുതലിയാർ കമ്മീഷൻ ഉണ്ട്, കോത്താരി കമ്മീഷൻ ഉണ്ട് കേട്ടോ. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഏരിയയിൽ ഓക്കെ രാധാകൃഷ്ണ ഉണ്ട്, അതുപോലെ തന്നെ മുതലിയാർ ഉണ്ട്, അതുപോലെ തന്നെ കോത്താരി. ഓക്കെ, കോത്താരി കമ്മീഷൻസ്. പിന്നെ 5-year പ്ലാൻസും എഡ്യൂക്കേഷനിൽ ഒരു ടോപ്പിക് കൂടി ഉണ്ട്, അത് നിർബന്ധം പഠിക്കണേ. ഓക്കെ. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ബോഡീസ് ആസ് യൂഷ്വൽ, അഡ്മിനിസ്ട്രേഷൻ ബോഡീസ് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ബോഡീസ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ UGC, ഓക്കെ, AICTE, ഓക്കെ, അതുപോലെ പിന്നെ അക്രഡിഷൻ, ഈ NBA അക്രഡിറ്റേഷൻ, NAC എന്താണ്, ഓക്കെ, അതുപോലെ NTA ഒക്കെ എന്തായാലും പഠിക്കണം, നമ്മളെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഓക്കെ. പിന്നെ HEFA ഇതൊക്കെ എന്താണ്, ഓക്കെ. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട എഡീഷണൽ ആയിട്ട് കുറച്ച് എക്സ്ട്രാ പിന്നെ NCVET, NIEP ഒക്കെ ഞാൻ PDF-ൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞില്ല, എല്ലാ ടോപ്പിക്സും കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു അറിവ്. ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞു, PDE കഴിഞ്ഞു, റിസർച്ച് കഴിഞ്ഞു, ടീച്ചിങ് കഴിഞ്ഞു, പെർസെൻറ്റേജ് മാത്സ് കഴിഞ്ഞു, ലോജിക്കൽ റീസണിങ് കഴിഞ്ഞു, ICT കഴിഞ്ഞു, കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു. പിന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ പിന്നെ അതുപോലെ തന്നെ റീഡിംഗ് കംപ്രഹെൻഷൻ ആണ്, അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ അയച്ചു തരുന്നത്. അപ്പോൾ ഈ PDF നിങ്ങൾ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സിമ്പിൾ ആണ്. നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ. ഇത് മൂന്നും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, വാട്സപ്പിലോട്ടുള്ള ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്ത് ചെയ്തിരിക്കും, എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് ലിങ്ക്. അപ്പോൾ അത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഞാൻ ഡയറക്റ്റ് എൻ്റെ നമ്പറിലോട്ട് പോകും. നമ്പറൊന്നും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനും കമന്റ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി, അയച്ചു തന്നാൽ മതി. അപ്പോൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എന്ത് അയച്ചു തരും, PDF അയച്ചു തരും. ഈ ടൈം ടേബിളിന്റെ PDF ഞാൻ അയച്ചു തരും. അതിന്റെ കൂടെ തന്നെ റീഡിംഗ് കംപ്രഹെൻഷന്റെ പ്ലേലിസ്റ്റ് ഞാൻ അയച്ചു തരും. അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ പ്ലേലിസ്റ്റ് ഞാൻ അയച്ചു തരും. അഡീഷണലി നമ്മുടെ 300 ടോപ്പിക്സിന്റെ ഒരു വീഡിയോ, ഇതിന്റെ കൂടെ അഡീഷണൽ നിങ്ങൾ പഠിക്കേണ്ട 300 ടോപ്പിക്സിന്റെ വീഡിയോയുടെ ആ ലിങ്കും ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ 4 കാര്യങ്ങളും ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് സെഷൻ. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. So that's all about today's session. So we'll see you on the next video. Till then, bye and thanks everyone.